വല്യമ്മ പൊളി. വല്യമ്മ പറയാത്തോരില്ല. സ്വയമേ ഞാൻ സ്വല്പം ദേഷ്യക്കാരി തന്നെയാണ്. എനിക്ക് തോന്നി വന്നപ്പോ തന്നെ. എല്ലാരും ചെറുപ്പത്തിൽ പിള്ളേർ ചോദിക്കും ഈ അങ്കാരി തള്ളയുടെ കൂടെ എങ്ങനെയെങ്കിലും ജീവിക്കുന്നത്. കാണാതെ പഠിക്കാൻ എനിക്ക് എളുപ്പമായിരുന്നു. ബുദ്ധിക്ക് ചിഹ്നതയൊന്നും വന്നിട്ടില്ല. ഇല്ല. ഓർമ്മശക്തി ഭയങ്കര. മമ്മൂട്ടിയുടെ പടം ഭയങ്കര ഇഷ്ടമാണ്. അതെ, മോഹൻലാലിന്റെ അത്രക്കില്ല, ഉള്ളത് പറയാലോ. എന്നാ വെറുപ്പൊന്നുമില്ല. നമുക്ക് കാണുമ്പോ ഒരു ഫ്രഷ് അമ്മൂമ്മ, അതായത് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള അമ്മൂമ്മമാരെ പോലെയല്ല. അത് ഈ സിനിമയിൽ കണ്ടോണ്ടാണോ അതോ നേരിട്ട് എങ്ങനെ? നേരിട്ട് ഇപ്പൊ ഇത്ര സമയല്ലേ കണ്ടുള്ളൂ. എന്റെ തനിനിറം കണ്ടിട്ടില്ല. അതെ, അതുകൊണ്ട് എനിക്ക് അറിയില്ലല്ലോ. മയിലൊന്നു പോലും പറയില്ല എന്റെ മോള്, പേടിയാ. അങ്ങനെ എന്റെ മോള്. അപ്പോഴും ഇങ്ങനെയൊരു തള്ള ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായി എല്ലാ മക്കളും ചോദിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ ഒരു കറിയൊക്കെ പറയാം, അതൊരു രസമല്ലേ. പിന്നെ അതിബന് വേണ്ടിട്ട് ഇവിടെ ഇപ്പോഴും എന്നെ കരുതിക്കൊണ്ട് മരണപ്പാട്ടൊക്കെ പാടും. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ട്രിപ്പ് വരും. എന്റെ ഈ മേശ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുമോ, അവരെ കാണുമ്പോ എന്റെ അഭാവേ. അമ്മാമ ഇവിടുത്തെ സ്റ്റാർ ആണല്ലോ. ഞങ്ങൾ ഈ വണ്ടിയായിട്ട് വന്നപ്പോ തന്നെ ഒരു വഴി കാണിച്ചു തന്നെ, എങ്ങോട്ടാന്ന് ചോദിക്കേണ്ടി വന്നില്ല. സിനിമ ഉണ്ടോ? എത്ര വട്ടം കണ്ടു? 2 പ്രാവശ്യം. എന്നിട്ട് നല്ല അഭിപ്രായം. സ്വന്തം അഭിനയം കണ്ടിട്ട് എന്താ തോന്നിയേ? സന്തോഷം തോന്നി. ആൾക്കാര് ഭയങ്കര കയ്യടിയല്ലേ? അതെ. അല്ലേ? ആദ്യമായിട്ടല്ലേ അഭിനയിക്കണേ? അതെ. പക്ഷെ ഒരു മടിയില്ലാതെ ഭയങ്കര മാസായിരുന്നു, മാസ് അപ്പീലായിരുന്നു വരുമ്പോ. അതങ്ങനെ തന്നെയാ, ജീവിതത്തിൽ അങ്ങനെ തന്നെയാ. ആണോ? അതിലൊരു ഭയങ്കര ദേഷ്യക്കാരിയല്ലേ അതിലേ? സ്വയമേ ഞാൻ സ്വല്പം ദേഷ്യക്കാരി തന്നെയാണ്. എനിക്ക് തോന്നി വന്നപ്പോ തന്നെ. എല്ലാരും ചെറുപ്പത്തിൽ പിള്ളേർ ചോദിക്കും ഈ അങ്കാരി തള്ളയുടെ കൂടെ എങ്ങനെയെങ്കിലും ജീവിക്കുന്നത്. പക്ഷെ ഞാൻ വളരെ സ്മാർട്ടാണ് എല്ലാരോടും, മക്കളോടും എല്ലാരോടും. പിന്നെ എടുക്കേണ്ടടുത്തൊക്കെ എടുക്കൂട്ടോ. ആള് ഇങ്ങോട്ട് വന്നാ വിടില്ല, അങ്ങോട്ട് ഒന്നിനും പോവില്ല. ചിരിക്കാൻ കുറച്ച് മടിയാന്ന് തോന്നുന്നു. അതെനിക്ക് പല്ലില്ലാത്ത കാരണം. അതുകൊണ്ടാ അതെനിക്ക് മാനസികമായിട്ട് നിങ്ങക്ക് പല്ലിൽ ഇങ്ങനെ ഉണ്ടാവില്ലേ, അതന്നെ എനിക്കുള്ളൂ. ആണോ? പല്ലില്ലെങ്കിലും സുന്ദരിയാ. അത് ശരിയാ, പല്ലില്ലെങ്കിൽ സുന്ദരിയാ. പക്ഷെ നമ്മുടെ മനസ്സിന് പല്ലില്ലല്ലോ ചിരിക്കുമ്പോ അങ്ങനെ ഒരു തോന്നല്, അതൊരു സ്വാഭാവികമല്ലേ. ഓക്കെ, അതുകൊണ്ടാണ് ചിരിക്കാൻ കുറച്ച് മടി കാണിച്ചത്. ഇന്റർവ്യൂ കൊടുത്ത് മടുത്തോ? മടുത്തെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ, നമ്മളതിൽ പെട്ടുപോയില്ലേ, ചെയ്തേ പറ്റൂ. പക്ഷെ സിനിമ അത്ര ആൾക്കാർക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ ഒന്ന് ചോദിക്കണല്ലേ. അതെ, അപ്പൊ നമ്മൾ സഹകരിക്കണ്ടേ. അതെ. ഈ ചെയ്തപ്പോഴേ ചട്ടയും മുണ്ടൊക്കെ ഇട്ട് ഭയങ്കര രസമായിരുന്നു. ചട്ടയും മുണ്ടും അല്ലാണ്ട് ഇടാറില്ല? ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ എന്റെ കെട്ടിയവന് ഇഷ്ടമായിരുന്നു ചട്ടയും മുണ്ടും. കുറച്ച് നാളിട്ടു, ഒരു 6 മാസം. അത് കഴിഞ്ഞപ്പോ ഞാൻ അത് ഉപേക്ഷിച്ചു. ഇഷ്ടമല്ല, ഞാൻ ഗർഭിണിയായി. പിന്നെ അത് ചേരില്ലാണ്ട, പിന്നെ ഓരോ തോന്നല്, അപ്പൊ അത് കളഞ്ഞു. ഈ സിനിമയില് കെട്ടിയനോട് ഭയങ്കര ഇഷ്ടമാണല്ലോ, നിങ്ങൾ കുറെ പുളുക്കഥകളൊക്കെ പറയുന്നുണ്ടല്ലോ. ശരിക്കും കെട്ടിയനായിട്ട് അടിയായിരുന്നോ കൂട്ടായിരുന്നോ? രണ്ടും ഉണ്ടായിരുന്നു. ആണോ? അടിക്കും അതേപോലെ സ്നേഹമുണ്ട്. വഴക്കില്ലെങ്കിൽ പിന്നെ എന്തുട്ട കുടുംബജീവിതമോ, ഇടയ്ക്ക് ഇണങ്ങും പിണങ്ങും ഒക്കെ ചെയ്യണം. അതൊക്കെ ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലുണ്ട്, ആരും പറയില്ല എന്നുള്ളൂ. ഞാൻ പിന്നെ ഒക്കെ ഓപ്പണായിട്ട് പറയും. ഈ പൊതുവെ വീട്ടിലെ ഇപ്പൊ കൊച്ചുമോനായിട്ടുള്ള റീലൊക്കെ കാണാറുണ്ട്, അതിൽ ചില ചീത്ത വാക്കൊക്കെ വിളിക്കുന്ന കാണാറുണ്ട്. പൊതുവെ അങ്ങനെയാണോ? അല്ല, ഞാൻ പൊതുവെ ചീത്ത പറയില്ല. പക്ഷെ ഈ കൊച്ചുമോന് ചീത്ത ഭയങ്കര ഇഷ്ടമാണ്. ഇവൻ ചെയ്യുന്നത് നമുക്കറിയില്ല എന്താന്ന്. ഇവൻ ഇത് മൊബൈൽ എവിടെയെങ്കിലും വെച്ചിട്ട് കൃത്രിമത്തിൽ ചെയ്തിട്ട് ഇടുകയായിരുന്നു. അപ്പൊ ഇവനും തോന്നി ഇങ്ങനെ തെറി പറയുന്നതുകൊണ്ടാണ് ഇതിനൊരു കയറ്റെന്ന് കൊച്ചു മനസ്സല്ലേ തോന്നിയപ്പോ അവനിട്ടതാണ്. അങ്ങനെ ഇത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ലോകം മുഴുവൻ പരസ്യമായി. ഇവന്റെ പെങ്ങള് വിളിച്ചിട്ട് എൻ്റെ മൂത്ത മോളോട് പറഞ്ഞു, വല്യമ്മേ ഇവനിങ്ങനെയൊക്കെ ഇട്ടിട്ട് അമ്മാമ്മയും മോനും കൂടെ ആകെ വൃത്തികേടാണ്, എനിക്കൊരു കല്യാണം വരെ വരില്ല ഇവര് കാരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് അവളുടെ അപ്പനെ വിളിച്ചു പറഞ്ഞു. അപ്പൻ അവിടുന്ന് ഇങ്ങോട്ട് ഇത്. അപ്പൊ ഇവന്റെ അമ്മയ്ക്ക് ഇഷ്ടല്ലേ അതെറിയ, അളവ് മയിലൊന്നു പോലും പറയില്ല എന്റെ മോള്, പേടിയാ. അങ്ങനെ എന്റെ മോള്. അപ്പോഴും ഇങ്ങനെയൊരു തള്ള ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായി എല്ലാ മക്കളും ചോദിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ ഒരു കറിയൊക്കെ പറയാം, അതൊരു രസമല്ലേ. പിന്നെ അതിബന് വേണ്ടിട്ട് കൊച്ചുമോന് വേണ്ടി ത്യാഗം ചെയ്തു. മറ്റുള്ള മക്കളോടൊന്നും ഞാൻ പറയാം. എന്റെ പെങ്ങളോട് പറഞ്ഞാൽ എന്റെ പെങ്ങൾക്ക് ഭയങ്കര ദേഷ്യാ. ആണല്ലേ? തെറി പറയുന്നത് നമുക്ക് ഇഷ്ടല്ല. പക്ഷെ ഇവനെ ഞാനായിട്ട് അപ്പൊ ഇവ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നമുക്കറിയില്ലേ.
പിന്നെ എന്നെ എങ്ങനെ ദേഷ്യം പിടിപ്പിക്കണം പിടിപ്പിക്കുന്ന തെറി പറയാൻ വേണ്ടിയിട്ടാ. ഓക്കെ. അങ്ങനെ പറഞ്ഞു പിടിച്ചത് റീലായി ആകെ പ്രശ്നമായി. അങ്ങനെ അതാണ് ഇപ്പൊ ഇതിൽ കയറാൻ കാരണം. അതെ, അതുകൊണ്ട് ഗുണമുണ്ടായി. ഒരു ദോഷത്തിന് ഒരു ഗുണം. അതെ. അങ്ങനെ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോഴേ ഡയലോഗ് ഡെലിവറി ഒക്കെ അമ്മമ്മ ശരിക്കും എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെയായിരുന്നു? അതുപോലെ തന്നെയാ. ഭയങ്കര ഈസി ആയിരുന്നോ പഠിക്കാനൊക്കെ? ഈസിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് യൂട്യൂബ് ഒക്കെ കണ്ടിട്ടേ കിടക്കുള്ളൂ. 5 മണിക്ക് പ്രാർത്ഥന തുടങ്ങും. 6:30 ആകുമ്പോൾ കഴിയും. ബൈബിൾ വായിക്കും, കൊന്തയെത്തിക്കും, എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏഷ്യാനെറ്റ് സീരിയലിന്റെ പ്രേസില്ല അവിടെ ഇരിക്കും. അവിടെ ഇരിക്കുന്നതിന്റെ ഇടയിലാണ് ഈ ചവിട്ടി തയ്ക്കുക. അവർ ഞങ്ങളുടെ കടയ്ക്ക് പച്ചക്കറികൾ അരിയണം, അതൊക്കെ ഞാൻ അരിയുക. അത് എത്ര കിലോ ഉണ്ടെങ്കിലും എനിക്ക് വിഷമല്ല, ഹാപ്പിയാ. അത് മുഴുവൻ അരിഞ്ഞുണ്ടാക്കും. അപ്പോഴേക്ക് ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വീണ്ടും പോയി യൂട്യൂബൊക്കെ കണ്ട്. യൂട്യൂബിൽ എന്താ കൂടുതൽ കാണാ? അങ്ങനെയൊന്നുമില്ല, ഏറ്റവും ഈ ഭക്ഷണമാണ് കാണുക, പെണ്ണുങ്ങളുടെ ഫുഡ് ഉണ്ടാക്കുന്ന വിധം. ഈ കാട്ടിലെ ആൾക്കാർ അതും ഇതൊക്കെ പറിച്ച് അതൊക്കെ ഇൻട്രസ്റ്റ് കൂടുതൽ. പിന്നെ കൊട്ടാരക്കാരെ പിള്ളേരുടെ അതിനെ പിന്നെ നമ്മുടെ വേണി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണും. പിന്നെ രാത്രി ഖത്തറിൽ എൻ്റെ അനിയത്തിയുടെ മക്കളൊക്കെ ഉണ്ട്, അവരെ ഫോൺ ചെയ്യുക. അങ്ങനെയുള്ള ജോലിയൊക്കെ രാത്രി 2 മണി വരെ ഉണ്ടാവും. രാത്രിയോ? രാത്രി. എന്നിട്ട് ഉറങ്ങിയാലും ഞാൻ പുലർച്ചെ 5 മണി കഴിഞ്ഞു. 3 മണിക്കൂർ ഉറങ്ങുള്ളൂ? ഉറക്കം എനിക്കൊരു പ്രശ്നമൊന്നുമല്ല. എനിക്ക് വെള്ളാപ്പ ബിസിനസ് ഉണ്ട്. രാത്രി മുഴുവനും ഉറക്കളയ്ക്കാനും ഒന്നും മടിയില്ല. പകലുറക്കം വരത്തില്ലേ? അപ്പം പകലും ഞാൻ ഉറങ്ങും. രാവിലെ അപ്പൊ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 6-6:30 ആകുമ്പോൾ പണി കഴിയും. അത് കഴിഞ്ഞ് കിടന്നുറങ്ങി ഒരു 10:30 കഴിഞ്ഞു. പിന്നെ ഉറക്ക പ്രാന്തൊന്നുമില്ല. കിടന്നാ ഉറക്കാൻ വരായികയില്ല. കിടന്നാളെ ഞങ്ങൾ ഉറങ്ങിപ്പോവും. ഉറങ്ങിയതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഉറങ്ങും. ഈ അഭിനയിക്കുമ്പോ ഏറ്റവും ബുദ്ധിമുട്ട് എന്തായിരുന്നു? മരണമായിരുന്നു. ആസ്മ വന്ന് വേറെയുള്ളതൊന്നും എനിക്ക് വിഷമം തോന്നിയില്ല. അത് 2-3 പ്രാവശ്യം എടുക്കേണ്ടി വന്നു. ആണോ? വലി. പിന്നെ ഉള്ളതൊന്നും എനിക്കൊരു ഈസി ആയിരുന്നു. ഇഷ്ടപ്പെട്ടോ അഭിനയിച്ചിട്ട്? ഇഷ്ടപ്പെട്ടു. ലൊക്കേഷനിലൊക്കെ പോയിട്ട് അതൊക്കെ സുഖമായിരുന്നു, നല്ല ജോലിയായിരുന്നു. ഇനി സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടോ? ആഗ്രഹമുണ്ട്, നല്ല ഇത് കിട്ടുകയാണെങ്കിൽ. കാരണം നമ്മുടെ വയസ്സ് ഇതാണ്. നമ്മളോട് സഹകരിക്കുന്നവരാണെങ്കിൽ, അല്ലാണ്ട് എല്ലാത്തിനും കയറി പിടിക്കാനൊന്നും എനിക്കിഷ്ടമില്ല. ചിദംബരം ഇവര് മുഴുവൻ ഒരാളില്ല, അടി തൊട്ട് മുടി വരെ നല്ല മനുഷ്യനാണ്. അപ്പൊ അവര് നമ്മളെ അത്ര ആത്മാർത്ഥമായിട്ടാണ് കൊണ്ടുപോയതും കൊണ്ടുവന്നതും ഒക്കെ. ഒരു നടിയെ കൊണ്ടുപോണ കേസൊന്നും അല്ലായിരുന്നു. ശരിക്കും അവരൊരു എന്താ പറയാ, അമ്മമ്മ. അങ്ങനെയാ. ഞാൻ അവരോട് അങ്ങനെ തന്നെയാ, അടിക്കാൻ അവരെയും ചീത്തയൊക്കെ പറയും. അപ്പൊ അങ്ങനെ ജോളിയായിരുന്നു. കുഞ്ഞോ ബാലൻ? മിടുക്കൻ. അവൻ എൻ്റെ എല്ലാ പൊളികളും നാട്ടുകാരോട് പറഞ്ഞു നടക്കുന്നവനെ. പിന്നെ വലിയ കുട്ടിയായിട്ട് ഞാൻ വലിയ കണക്ട് ഇല്ല, ഉണ്ടായില്ല. അവന്റെ ഭാഗം വന്നപ്പോ ഞാൻ ഉണ്ടായില്ലല്ലോ. പിന്നെ എല്ലാരും അവന്റെ അമ്മയും അവൻ നമ്മുടെ നടിയായിട്ട് അഭിനയിച്ച കുട്ടി ഫർസാന ഒക്കെ അയ്യോ, അവരൊക്കെ നമ്മളെ പൊന്നു പോലെ നോക്കി. നിങ്ങളുടെ കോമ്പിനേഷൻ നല്ല രസമായിരുന്നു. ആ പുളുക്കഥകളൊക്കെ പറയില്ലായിരുന്നു? ശരിക്കും ജീവിതത്തിൽ പുളുക്കഥകൾ ഉണ്ടോ? പുളുക്കഥകളൊക്കെ ഉണ്ടാവുമല്ലോ, ജീവിതം. അതൊക്കെ ഇല്ലെങ്കിൽ തൊട്ട് ജീവിതം ഇടയ്ക്കൊക്കെ എല്ലാം ഉണ്ട്. ആണല്ലേ? ഈ ഡയലോഗ് ഡെലിവറി ഈ സിനിമയിൽ അഭിനയിക്കാൻ പറയുമ്പോൾ അവര് പറഞ്ഞു തന്ന പോലെ ചെയ്യാണോ, അല്ലെങ്കിൽ അമ്മാമ്മക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ, ഇതാണ് സീൻ എന്നാണോ പറഞ്ഞത്? അതായത് അവര് ആദ്യം എനിക്കൊരു ലൈൻ തന്നിട്ടുണ്ടല്ലോ, ഒരു ഔട്ട് ലൈൻ തന്നിരുന്നു. അത് വെച്ചിട്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞല്ലോ, വയസ്സായില്ലേ, മറക്കാം. അതിന് മുമ്പ് ഗണപതി എനിക്കൊരു ക്ലാസ് എടുക്കും. ഗണപതിയും പിന്നെ വേറെ 2-3 ആൾക്കാരുണ്ട്. പിന്നെ ആ ക്ലാസ് പോലെ അതിൽ ചില പൊളിവൊക്കെ വന്നാൽ നമ്മുടെ ആവാം. അതങ്ങോട്ട് മാച്ചായി. കാണാതെ പഠിക്കാൻ എളുപ്പമായിരുന്നു. എനിക്ക് പഠിക്കാൻ ബുദ്ധിക്ക് ചിഹ്നതയൊന്നും വന്നിട്ടില്ല. ഓർമ്മശക്തി ഭയങ്കര ആണല്ലേ? മിടുക്കിയാണ് എന്ന് വിചാരിക്കുന്നു. ആണല്ലോ, അതുകൊണ്ടല്ലേ ഇത്ര സ്മാർട്ടായിട്ട് അഭിനയിച്ചത്. ഈ ബാക്കി ബന്ധുക്കള്, പനിയത്തിയുടെ കാര്യം പറഞ്ഞു, മക്കളെല്ലാരും എന്താ പറഞ്ഞു കണ്ടിട്ട്? ആദ്യമൊക്കെ എല്ലാരും എതിരായിരുന്നു. ഇപ്പൊ എല്ലാവരും അയ്യോ വല്യമ്മ പൊളി, വല്യമ്മ പറയാത്തോരില്ല. ആണോ? ആദ്യമൊക്കെ തന്നെ എല്ലാവരും 2-3 വ്യക്തികള് പറഞ്ഞുള്ളൂ, അത് വല്യമ്മയുടെ സ്വഭാവം, വല്യമ്മ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ ഒരു കുട്ടി. പിന്നെ റീല് കാണുമ്പോ അനിയത്തിമാരില് ഒരനിയത്തി ഇതിന് മറ്റുള്ളവരോട് പറഞ്ഞാലും എന്നോടൊന്നും പറഞ്ഞില്ല. പിന്നെ ഒരനിയത്തി മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അങ്ങേ ലോകത്ത് കിട്ടില്ല എന്നാ പറയണവൾ.
അവിടെ വലിയൊരു ശിക്ഷ ഇരിക്കേണ്ടത് ചേച്ചിക്ക് കിട്ടും. ഇതൊക്കെ ചെയ്യുന്നതിനല്ലേ? ചേച്ചിക്ക് കിട്ടും, ചേച്ചി സൂക്ഷിച്ചോളോ, ഇനി വേല അങ്ങനെ പറയുന്നൊക്കെ പറയുള്ളൂ. പിന്നെ ഒരനിയത്തിക്ക് ഉള്ളിലുണ്ട്, അറിയാൻ പേടിയാ. അതുപോലെ തന്നെ മൂത്ത മോള് എന്നോട് പറയില്ല വല്ലവരോടും അങ്ങനെ ഇങ്ങനെയാണ്. അതിന് എല്ലാവർക്കും എതിരുണ്ടായിരുന്നു. സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോഴോ? സിനിമ പിന്നിപ്പോ ഇത് കിട്ടുമ്പോ ആരാ ഇനിയിപ്പോ പറയാ, പഴയതൊക്കെ തേച്ചില്ല എല്ലാരും. പഴയതൊരു പ്രശ്നമല്ല, അതൊക്കെ അങ്ങനെയാ. ഒരു കാര്യം ചെയ്യുമ്പോ രണ്ടു കൂട്ടരുണ്ടാവും. ഇപ്പൊ നമ്മൾ ഈ ചെയ്തതിൽ രണ്ടു കൂട്ടരുണ്ടെന്ന് വിചാരിച്ചോ, ഗുണം ഉണ്ടാവും ദോഷം ഉണ്ടാവും. അപ്പൊ രണ്ടും പ്രതീക്ഷിച്ചോണ്ട് ഒന്ന് ചെയ്യണ്ടു. സിനിമ കാണാൻ ഇഷ്ടമാണോ? അല്ലെങ്കിൽ ഞാൻ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സിനിമയെ കാണുള്ളൂ, വേറെ ആരും കാണില്ല. വേറെ എനിക്ക് ആരെയും അങ്ങനെ ഇല്ല, ഞാൻ കാണാറില്ല. അതൃപ്തിയൊന്നുമില്ല, എനിക്ക് ഇഷ്ടമില്ല. ഇഷ്ടമില്ലെങ്കിൽ പിന്നെ പറഞ്ഞു പോണേ. മമ്മൂട്ടിയുടെ പടം ഭയങ്കര ഇഷ്ടമാണ്. അതെ, മോഹൻലാലിന്റെ അത്രക്കില്ല, ഉള്ളത് പറയാലോ. എന്നാ വെറുപ്പൊന്നുമില്ല. ആളുടെ ക്യാരക്ടറും മറ്റാളുടെ ക്യാരക്ടറും രണ്ടാ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടത് മമ്മൂട്ടിയുടെ സ്വഭാവമാണ്. മോഹൻലാലിന്റെ ഇഷ്ടമല്ല എന്നല്ല, അത് വേറൊരു വശം. പക്ഷെ ഇനി അഭിനയിക്കുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ കൂടെ മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കുന്നതാണ് എന്റെ ആഗ്രഹം. വേലക്കാരിയായിട്ടായാലും മതി, വലിയ ആളായിട്ടൊന്നും വേണമെന്ന് ഞാൻ പറയില്ല, അഭിനയിച്ചാ മതി എന്ന ആഗ്രഹം. അത് നിർബന്ധമൊന്നുമില്ല, യോഗം ഉണ്ടെങ്കിൽ നടക്കട്ടെ, കിട്ടട്ടെ. പിന്നല്ല. മമ്മൂട്ടി ഇഷ്ടമുള്ള സിനിമ ഏതാ? എനിക്ക് ആൾക്കൂട്ടത്തിൽ തന്നെ അങ്ങനെ പണ്ടത്തെ സിനിമ ഇപ്പത്തെ ഞാൻ കാണാറില്ല. പണ്ടത്തെ സിനിമയുടെ ഒരു രസവും ഇല്ല ഇപ്പൊ. അത് ഇപ്പത്തെ മോഡലുള്ള ആൾക്കാർക്ക് ഇപ്പത്തെ ഭാഷയെ തൂക്കി പിടിച്ചു അതൊന്നും നമ്മളെ പൈസ എന്നവർക്കൊന്നും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഈ ഇവിടെ വീട്ടിൽ ഇരിക്കുമ്പോ ഉച്ചയ്ക്കൊന്നും സിനിമ ഞാൻ സിനിമയെ കാണില്ല. ഞാൻ ഏഷ്യാനെറ്റ് ഒഴികെ വേറെ ഒന്നും കാണില്ല. മാതൃഭൂമി കാണണം, ന്യൂസ് കാണണ്ടേ? ന്യൂസ് വെക്കും കുറച്ചൊക്കെ, കണ്ടിട്ട് അതോടെ സ്റ്റോപ്പാക്കും. മമ്മൂട്ടിയുടെ അവസാനം കണ്ട സിനിമ ഏതാ? പുതിയ സിനിമ കാണാറുണ്ടോ അതോ അതും പഴയത് കണ്ടിട്ടുള്ളൂ? അല്ലേ, ഞാൻ കുറെ കാലമായിട്ട് സിനിമ ഒന്നാമത് നടക്കാൻ വയ്യ. അപ്പൊ പിന്നെ വെച്ചാ കുട്ടികൾക്ക് ഉപദ്രവാ. പിന്നെ ഇവൻ സിനിമ കാണില്ല, അവന് സിനിമയോട് വലിയ താല്പര്യം. അങ്ങനെ ഇന്ന ഒരാള് ഇത് വെച്ചിട്ട് ഇവിടെ കാണുകയുള്ളൂ, ആളങ്ങനെ സിനിമയ്ക്ക് പോകില്ല. പിന്നെ അവനുണ്ടെങ്കിലേ ഞാൻ പുറത്തേക്ക് പോകുള്ളൂ. ഞങ്ങൾക്ക് അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഉണ്ടെങ്കിൽ അവന് ഇവിടെ കാണും. ഈ നെയിൽ പോളിഷ് കിട്ടിട്ടുണ്ടല്ലോ, അത് സ്ഥിരം ഞാൻ ഇടുന്നതാ. ആണോ? ഇതേ പേരക്കുട്ടി ഇട്ട് തന്നതാ, കാലിലുണ്ട്, അതൊക്കെ ഇടും. അതിപ്പോ ഇതിനു വേണ്ടി ഇടുന്നൊന്നല്ല, എന്റെ ചെറുപ്പത്തിലുള്ള ഹോബിയാ. ഇഷ്ടം. എന്റെ പേരക്കുട്ടി പല കളറിലാണ് കൊണ്ടുതരിക. അത് കുറച്ച് കഴിയുമ്പോ ഞങ്ങൾക്ക് മായ്ക്കാൻ സാധനം കൊണ്ടു തന്നു, അത് മായ്ച്ചിട്ട് വേറെ കളറുള്ളൂ. അത് ഞാൻ സ്വന്തമായിട്ട് ചെയ്യണം. വേറെന്തൊക്കെ ചെയ്യും? മേക്കപ്പ് ഇഷ്ടമാണോ? മേക്കപ്പ് അതൊന്നും ഇപ്പൊ മേക്കപ്പ് എനിക്ക് ആവശ്യമില്ല എന്നാണ്. പൊട്ട് എനിക്ക് അത്യാവശ്യം ഭംഗി ദൈവം തന്നു. പിന്നെന്തിനാ മേക്കപ്പ് ചെയ്യണേ? ഈ 76 വയസ്സിൽ ഇത്രയും തന്നില്ലേ, അപ്പൊ എന്റെ ചെറുപ്പത്തിൽ നല്ല സുന്ദരി ആയിരിക്കണം എന്ന് വിചാരിക്കണു. പിന്നെ ഇപ്പൊ മുടി കറുപ്പിക്കാനൊക്കെ അല്ല, എനിക്ക് ഇഷ്ടമില്ല. പിന്നാലെ ചെക്കന്മാരുണ്ടായിരുന്നോ ചെറുപ്പത്തില്? ഉണ്ടാവുമല്ലോ. എന്നിട്ട് അത് ഞാൻ പറഞ്ഞില്ല, പിന്നെ പിള്ളേരെന്നെ വെടിവെച്ചു. പിള്ളേര് കേക്കണ്ട, എന്നോട് മാത്രം. അതിനല്ല കേസാത്, എന്നാലും പറ. അതൊക്കെ ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ. എന്നിട്ട് എല്ലാരെയും അങ്ങ് കണ്ണിച്ചോരയിലാണ്ട് ഉപേക്ഷിച്ചതാണോ? ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. പിന്നെ ഞാൻ അങ്ങനെ ചാടി കയറി പ്രേമിക്കാറുമില്ല. ഒരു വൺ വേ പ്രേമം എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല, എന്നോട് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. അതറിയാത്തായിരിക്കും. അല്ല, എനിക്കുണ്ടായിരുന്നു, എനിക്കൊരാളെ ഇഷ്ടമായിരുന്നു. പിന്നെ അയാൾക്ക് എന്തോ രോഗിയാണ്, അപ്പൊ അയാൾ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടില്ല എന്നൊന്നും അങ്ങനെ. അല്ലാണ്ട് ഈ വഴി പ്രേമൊന്നുമില്ല. അങ്ങനെ ഇഷ്ടമായിരുന്നു ഒരാൾ, അതിപ്പോ ഒരു തെറ്റല്ലല്ലോ, നമുക്ക് ലോകത്തിൽ ആരെയൊക്കെ ഇഷ്ടപ്പെടാം. പിന്നല്ലാതെ, അത്രയേ ഉള്ളൂ. എറണാകുളത്ത് വന്നിട്ട് കൊച്ചി എങ്ങനെയുണ്ട്? ഇടയ്ക്ക് കൊച്ചിയിൽ വരാറുണ്ടോ? 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആകെ ഇഷ്ടപ്പെട്ടു? 2 or 3 പ്രാവശ്യം. കൊച്ചി ഇഷ്ടമാണോ? അത് ഞാൻ അങ്ങനെ ഇറങ്ങി നടന്നിട്ടൊന്നുമില്ലല്ലോ. വരിക, റൂമിലിരിക്കുക, അത് കഴിയുമ്പോ ഇറങ്ങാ പോരുക. ലൊക്കേഷൻ ഒക്കെ അടിപൊളിയായിരുന്നു. ആ വീടും നന്നായി. അവിടെ വയനാടായിരുന്നില്ലേ? വയനാട് അത് അടിപൊളിയായിരുന്നു. എന്നെ കൊണ്ടുപോകാൻ അബ്ബാസ് എന്തിനാ അങ്ങനെ പേര് പറഞ്ഞ് ഒരാളുണ്ടായിരുന്നു, അങ്ങൊരു കാറിൽ കൊണ്ട് ഒക്കെ ചുറ്റിയടിച്ച് കാണിച്ചു തരും. അവിടെ ചെന്നിട്ടല്ലേ? ഇഷ്ടപ്പെട്ടോ വയനാട്? നല്ല സ്ഥലം. ആദ്യമായിട്ട് പോന്നാണോ അതോ? ആദിവാസികളും നല്ല ആദിവാസികളും, എന്ത് ഭംഗിയാ കാണാൻ. നല്ലൊരു ജീവിതമായിരുന്നു. ഒരു കഷ്ടി 1.5 മാസം
1.5 മാസം ഷൂട്ട് ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ടോവിനായിട്ട് സീൻ ഇല്ലാത്തോണ്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, ഞാൻ ഇല്ല. ഇപ്പഴാ കാണുന്നത്. ഇപ്പൊ കണ്ടു, സംസാരിച്ചു അവരൊക്കെ അവിടെ ഇവിടെയൊക്കെ അല്ലേ, ഞാൻ വയനാട്ടിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ സീൻ മാത്രമേ എടുത്തുള്ളൂ. ആ വീടും നിങ്ങൾ വീട് 3 പേരും. പരിസരം. ഈ തോക്ക് ഉപയോഗിക്കാനൊക്കെ അറിയായിരുന്നോ? തോക്ക് ഉപയോഗിക്കാൻ, തോക്ക് ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. ഒരു 10-16 വയസ്സിൽ എൻ്റെ അപ്പച്ചന് ഈ മംഗലം ഡാമിലെ ഒരു എസ്റ്റേറ്റിലാണ് ജോലി. അപ്പൊ അങ്ങോട്ട് ഈ നായട്ടനൊക്കെ പോകും. അപ്പൊ ലൈസൻസ് ഇല്ലാത്ത തോക്ക, അങ്ങനെ തോക്കൊക്കെ കണ്ടിട്ടുണ്ട്. ഉപയോഗിച്ച് നോക്കിയിട്ടില്ല? ഉപയോഗിച്ചിട്ടില്ലേ? ഉപയോഗിക്കാൻ തോന്നിട്ടില്ല? അത് തോന്നില്ല, ഈ നിറയ്ക്കുന്ന തോക്കല്ലേ, നിറച്ചു കഴിഞ്ഞ് വലിച്ച വിവരം അറിയും. അല്ല അപ്പച്ചൻ അങ്ങനെ തൊടിയിക്കില്ല, അത് അപകടമുള്ളതൊക്കെ നിറച്ചു വയ്ക്കില്ല. കാര്യം പിന്നെ കള്ളത്തോക്ക പരസ്യമായിട്ട് വയ്ക്കില്ലല്ലോ, പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. രഹസ്യമായിരുന്നു. പിന്നെ അത് അവിടെ അന്ന് ആ കാലത്ത് എൻ്റെ ചെറുപ്പത്തിൽ ഒരു ആനക്കൊമ്പ് കേസ് ഉണ്ടായിട്ടുണ്ട്. ആനേനെ വെടിവെച്ചു എന്ന് വന്നിട്ട് എല്ലാവരും പിടിക്കാൻ വരുമ്പോൾ ഈ തോക്ക് അവിടെ ഇരിക്കുന്നത് അപ്പച്ചനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ തോക്ക് ഞാൻ കൊണ്ടുപോയിട്ട് ചെളിക്കാത്ത, പിന്നെ മംഗലം ക്വാർട്ടേഴ്സിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പൊ ക്വാർട്ടേഴ്സിൽ നിന്ന് ഇത് കിട്ടി, പോലീസ് ചെക്കപ്പിന് വരുന്നുണ്ട്. ഞാൻ ഈ തോക്കെടുത്ത് തുണിക്കകത്ത് പൊതിഞ്ഞ്, നിറച്ചിട്ടില്ല, കാലിയാ, കൊണ്ടുവന്ന് ചേറുണ്ടായിരുന്നു, ആ ചേറിന്റെ അടിയിൽ കൊണ്ടുവന്ന് പൂത്തി വെച്ചു. അതോടുകൂടി ആ തോക്ക് കഴിഞ്ഞു, തുരുമ്പെടുത്തു പോയി. അതിൽ തോക്കിനെ പറ്റിയൊക്കെ എനിക്കറിയാം. ഇതില് തോക്ക് ഉപയോഗിക്കുന്ന ആ സീനൊക്കെ ഭയങ്കര മാസമായിരുന്നു. കുതിരവണ്ടി പോവും, കുതിരവണ്ടി ഉണ്ടായിരുന്നു. ആണോ? പശുവിനെയും പൂത്തിനെയും ഒക്കെ വളർത്തുമായിരുന്നു. പാലുകൾ ഇനി ചെയ്യാത്ത ഒന്നുമില്ല മോളെ ലോകത്തില്, എല്ലാം ചെയ്തു പഠിച്ചിട്ടുള്ള. ഇനി എന്ത് ചെയ്യണമെന്നാ ഇഷ്ടം? ഇനി എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ വലിയ കുഴപ്പമില്ലാതെ നല്ലൊരു മരണം കിട്ടണം, അതേ എനിക്ക് ആഗ്രഹം. അതിനുമുമ്പ് മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കണം, അത് സന്ദർഭം വന്നെങ്കിൽ. പിന്നെ കുറെ സിനിമകൾ അഭിനയിക്കണം. അതൊക്കെ നമ്മളല്ല, അതൊക്കെ ദൈവം ചെയ്യും. നമുക്ക് കാണുമ്പോൾ ഒരു ഫ്രഷ് അമ്മൂമ്മ, അതായത് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള അമ്മൂമ്മമാരെ പോലെയല്ല, നല്ല രസമുള്ള, ഭയങ്കര നമ്മുടെ അടുത്ത വീട്ടിലൊക്കെ ഉള്ള അമ്മമ്മമാരില്ലേ, അത്ര സ്വാഭാവികമായ ഒരു അമ്മമ്മയായിരുന്നു. അങ്ങനത്തെ കുറെ കഥാപാത്രം വരട്ടെ. അപ്പൊ ഈ സിനിമയിൽ കണ്ടോണ്ടാണോ അതോ നേരിട്ട് എങ്ങനെ? നേരിട്ട് ഇപ്പൊ ഇത്ര സമയല്ലേ കണ്ടുള്ളൂ. എന്റെ തനിനിറം കണ്ടിട്ടില്ല. അതെ, അതുകൊണ്ട് എനിക്ക് അറിയില്ലല്ലോ. സിനിമയില് സിനിമയില് സ്വഭാവം അതാണെങ്കിലും നമുക്ക് ഇഷ്ടം തോന്നുന്നു അമ്മമ്മ. ഇതുവരെ എനിക്ക് ഇഷ്ടായി, നല്ല രസമുണ്ട് വർത്താനം പറഞ്ഞിരിക്കാൻ. അത് കൊള്ളാം. ആന്റിയോട് എടുക്കുമ്പോ അറിയാം മാങ്ങാട് പുളി. ശരിയാ. എന്തെങ്കിലും നിങ്ങളോട് ഒന്ന് പറഞ്ഞല്ലേ നിങ്ങൾക്ക് രസം ഉണ്ടാവില്ല. നമുക്ക് കൊച്ചുമോനെ വിളിച്ചാലോ? ഈ തെറി പറയിപ്പിക്കുന്ന കൊച്ചുമോനെ വിളിക്കാം അല്ലേ? ഇതാണ് തെറി പറയിപ്പിക്കുന്ന കൊച്ചുമോൻ, റയോൺ അല്ലേ? റിയോൺ. ഓക്കെ. ഈ അമ്മൂമ്മേനെ ഫ്രെയിമിലേക്ക് കൊണ്ടുവരാന്നേ, റീലൊക്കെ ചെയ്യിപ്പിക്കാന്ന് തോന്നാൻ കാരണം എന്തായിരുന്നു? അത് അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ ദുബായിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ ഒരു അമ്മാമേനെ, ഞങ്ങൾ തമ്മിൽ ആദ്യം തൊട്ടേ നല്ല ബന്ധമാണ്. ഞാൻ ദുബായിലുള്ളപ്പോൾ കൂടുതൽ വിളിക്കാം അമ്മാമേനെ. അപ്പൊ അമ്മാമയ്ക്ക് അന്ന് അറിയില്ല. അപ്പൊ ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വെച്ചിട്ട് ഞാൻ വന്നതാ. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാ. അന്ന് ആ വീഡിയോ എടുത്തിട്ടപ്പോ 2 മില്യൺ 3 മില്യൺ അങ്ങനെ ആ സർപ്രൈസ് വീഡിയോക്ക് അമ്മാമ്മയുടെ റിയാക്ഷൻ ഒക്കെ കണ്ടിട്ട്. അപ്പൊ അങ്ങനെ ആൾക്കാർ ഇട്ട് നോക്കുക അമ്മാമ്മയുടെ അങ്ങനെ. അപ്പൊ അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഒരു തെറി വെച്ചിട്ട് തെറി പറഞ്ഞ ഒരു വീഡിയോ ഇട്ടു. അപ്പൊ അതിനായിട്ടും ആൾക്കാർ സപ്പോർട്ട് ചെയ്തു അതിനെ. പിന്നെ ആൾക്കാർ ഇട് ചെറുതായിട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ 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 മെല്ലെ 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 അങ്ങനെ ഇട്ട് തുടങ്ങിയതാ. അല്ലാണ്ട് ഇതന്നെ ചെയ്യണമെന്ന് വെച്ചിട്ട് ചെയ്തു തുടങ്ങിയതൊന്നുമില്ല. ഈ റീല് അമ്മമ്മ മീൻ വൃത്തിയാക്കുന്നത് കണ്ടു, മറ്റേ സിംഗിൽ മീൻ വിട്ട്, അതൊക്കെ അമ്മമ്മ അല്ലെങ്കിൽ ചെയ്യൂലേ? ആള് ആരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കില്ല. സ്വന്തമായിട്ട് മീൻ കഴുകിയാലാണ് ആള് കഴിക്കൂ. നമ്മള് മീൻ കഴുകിയ ആള് കഴിക്കൂല. ആണോ? വൃത്തി കുറവാന്നുള്ള സംശയ. സ്വന്തം മക്കളെ വിശ്വാസമില്ല. ഓക്കെ. ഫുഡ് ഉണ്ടാക്കുന്ന അമ്മമ്മ, എല്ലാം ഭക്ഷണം ഉണ്ടാക്കുന്നതും ഒക്കെ എല്ലാം ഉണ്ടാക്കും. ഇപ്പോഴും ഇപ്പൊ സ്റ്റിൽ ഇന്ന് വരെ ഇപ്പൊ ഒരു 3-4 മാസമായിട്ട് ഞങ്ങൾ ഹോട്ടൽ തുടങ്ങിയതിന് ശേഷം എന്റെ ഭക്ഷണം മാത്രം ഉണ്ടാക്കും. അമ്മമ്മയുടെ ഭക്ഷണം അമ്മമ്മ ഉണ്ടാക്കുക. എന്തൊക്കെ കഴിക്കുക? കുക്കർ അങ്ങനെയൊന്നുമില്ല. ഇറച്ചി മീനൊന്നും ഞാൻ ഇപ്പൊ കഴിക്കില്ല. കഴിച്ചായിരുന്നു എല്ലതും. എനിക്ക് ഇഷ്ടം മെയിൻ ചക്ക, കൊള്ളി അങ്ങനെയൊക്കെയാണ്. അതിപ്പോ പല്ലില്ലാത്ത കാരണം ഞാൻ അതിനോടൊക്കെ വലിയ രുചിയില്ല. പിന്നെ സാമ്പാർ ലേശം ഒഴിക്കും, ലേശം ചോറുന്നു. ഒരു മുട്ട 2 മുട്ട പുഴുങ്ങി ഇന്ന് ദിവസം എന്നും കഴിക്കും. അത് അവളവിടുന്ന് പുഴുങ്ങി കൊണ്ടുവരും. പിന്നെ പിന്നെ ഇതെല്ലാം മേടിച്ചോണ്ട് അതൊക്കെ തിന്നും. എന്നെ കടിക്കാൻ പറ്റിയതൊക്കെ തിന്നും. ചോറിനോട് വലിയ താല്പര്യം ഇഷ്ടമല്ല. അപ്പൊ ഉച്ചക്ക് ലേശം ചോറ്, അത് ലേശം സാമ്പാർ, അച്ചാറായ മതി, ചമ്മന്തി അരച്ചാൽ മതി, ഇങ്ങനെയൊന്നും നിർബന്ധമില്ല. എന്തേലും കൂടി കഴിക്കും, കുറച്ചേ ഉണ്ണും. വൈകുന്നേരം ഓട്സ്. 6 മണിയാകുമ്പോ ഒരു ചായ കൂടി ഉണ്ട്. അത് കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ എന്റെ സ്വഭാവം ആണോ? ചായയും അമ്മമ്മ തന്നെ ഉണ്ടാക്കും? അല്ല, അതിന്റെ മോളുടെ ചായ എനിക്ക് ഇഷ്ടമുള്ളൂ. ഓക്കെ. അത് മാത്രമാണ് മോളുടെ ഒരു ഇഷ്ടമുള്ള കാര്യം. എവിടെ പോയാലും ഈ ചായയോട് ഒക്കില്ല.
ഓക്കെ. അത്ര നല്ല ചായ അവളിടുക. നല്ല ഒരു പാലൊക്കെ ഒഴിച്ച് നല്ലൊരു ടേസ്റ്റില്. അപ്പൊ ആ ചായ നിർബന്ധമാണ്. അഥവാ അവൾക്ക് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ എന്റെ തനി കുളം അവളറിയും. എന്ത് തനിക്കുളം കാണിക്കാൻ ദേഷ്യം വരും. പിന്നെ എനിക്ക് കിട്ടാവുന്നതൊക്കെ അവിടെ നിന്ന് പറയും ഞാൻ. മറ്റോളെ മറിച്ചോളെ എനിക്ക് അതാണോടി. അവളങ്ങനെ തെറിയും ചീറ്റൊന്നും പറയില്ലേ. അമ്മാമ്മയുടെ മക്കളില് ഞാനും അമ്മാമ്മ മാത്രമാണ് അങ്ങോട്ട് ഇങ്ങോട്ട് കുറച്ച് തെറി പറയാ. അയ്യോ മയിലെന്ന് പറയില്ല എന്റെ മോള്. പേടിയാ. മാറിയിട്ട് രാവാന്ന് വെച്ചിട്ട് പക്ഷിക്കാ പേര് പറയില്ല. മയിലാണ്ട മയിലെന്ന് പറയില്ല. ഭയങ്കര പേടിയാ. അങ്ങനെങ്കിൽ ലാ മാറിയ ആൾക്കാര് അങ്ങനത്തെ ആളമ്മ. ഓക്കെ. അമ്മാമിക്ക് ഇഷ്ടമുള്ള കൊച്ചുമക്കളിൽ ഇഷ്ടമുള്ളത് റയോണാണ്. മക്ക അങ്ങനെ പറയുമ്പോ മറ്റുള്ളവർക്ക് വേദന പറ്റും. 5 പേരും തുല്യരാണ്. പക്ഷെ കൂടുതൽ ഇഷ്ടം എനിക്ക് വേണം. കാരണം എന്റെ എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നവനാ. മറ്റുള്ളവരിപ്പോ ഒരാൾ മൂത്തവർക്ക് ഒരു മോളും അവൻ ബാംഗ്ലൂരാ. അവനും ചെറുപ്പത്തിൽ ഞാൻ വളർത്തിയിട്ടുള്ള ചെറുതായിരുന്നപ്പോ. അവരൊക്കെ വലുതായില്ലേ അവിടെ. നല്ല സ്നേഹം കണ്ടിട്ടോ പിള്ളേർക്ക്. വരികയും കാണുകയും എനിക്ക് വേണ്ടുന്നതൊക്കെ തരികയൊക്കെ ചെയ്യും. പിന്നെ ഇളയുള്ള 2 മക്കളാ. അവരവരുടെ വീട്ടിൽ തന്നെ. ഞാനായിട്ട് വലിയ കണക്ട് ഇല്ലാത്ത കാരണം കൊണ്ട് സ്നേഹക്കുറവൊന്നുമില്ല. സ്നേഹമൊക്കെ എല്ലാവരായിട്ടുണ്ടെങ്കിലും അടുപ്പം ഇങ്ങോരായിട്ടാ. ഇപ്പൊ ഇവന്റെ പെങ്ങളാണ് എന്റെ എല്ലാ കാര്യം ചെയ്യുന്നത്. പക്ഷെ ഇവനോട് സ്നേഹമില്ല. എനിക്ക് അവളോട് സ്നേഹമില്ല എന്ന് പറഞ്ഞപ്പോ അവളെന്നെ വന്ന് ചിലപ്പോ ആള് വണ്ടി കയറി ഇവിടെ എത്തും. മറ്റൊന്ന് പറയും. എങ്കിലും അടുപ്പാണ് പറയുന്നത്. നിങ്ങളുടെ കമ്പനിയും കൂട്ടും അല്ലേ? അതിന്റെ ഒരു അടുപ്പം വേറെ ആയിരിക്കും. തല്ലുകൂടും. ദേഷ്യം വന്നാൽ ഞാൻ ഇവനെ പറയും. അതൊക്കെ ചെയ്യും. കുഞ്ഞിലെ എങ്ങനെയായിരുന്നു? ഇങ്ങനെ അയ്യോ 3 മാസമായപ്പോ എന്റെ അമ്മ ജോലിക്ക് പോകുമ്പോ അങ്ങോട്ട് അമ്മമ്മയുടെ കൂടെയാ. ഞാൻ ചെറുപ്പത്തിലൊക്കെ പഠിക്കുമ്പോഴേ ഞാൻ ഉറങ്ങാൻ വേണ്ടിട്ട് 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുക. അപ്പൊ ഈ തള്ളപ്പിടി എന്നെ വിളിച്ചു കൊണ്ടുപോകും ബെഡിന്റെ അങ്ങോട്ട്. എന്നിട്ട് ചെവിട്ടിൽ ഇങ്ങനെ വിളിച്ചിട്ട് തെറി പറഞ്ഞുതരും സ്വകാര്യം. അപ്പൊ ഞാൻ ചിരിക്കും. അപ്പൊ ഞാൻ അങ്ങനെ ചിരിച്ചു കിടന്ന് ഉറങ്ങും. അപ്പൊ അമ്മ എന്താടാ ചിരിക്കുന്നേ? ഒന്നുമില്ല, അവൻ പറയില്ലത്. അമ്മാമ്മ തെറി പറഞ്ഞു. അപ്പൊ ഇവന് ദേഷ്യം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വന്ന് ചെറുപ്പത്തി ചിലപ്പോ അവന്റെ കൂടെ കിടന്നിട്ട് നമ്മള് ചായ ഇടാൻ എന്നെ ഇപ്പം വരെ വിളിക്ക് കൊടുക്കാം. അവന് പിടിക്കില്ല. പിന്നെ അങ്ങോട്ട് ഭയങ്കര ദേഷ്യം അവന്. അപ്പൊ ഞാൻ എല്ലാം അടുത്ത് വന്ന് സ്നേഹമായിട്ട് ചെവിയിലൊരു തെറി പറഞ്ഞാൽ മതി, ആള് സൈലന്റ് ആവും. അപ്പൊ അവന്റെ എന്തിട്ടാ എന്ത് ഇത്ര ചിരിക്കാനുള്ള ചോദിക്കുമ്പോ ഇവൻ ചിരിക്കുള്ള പറയില്ല അമ്മാമ്മ അങ്ങനെ പറഞ്ഞു. അപ്പൊ അന്ന് തൊട്ടേ ഇതുണ്ട് ചെറുതായി. ഈ എനിക്ക് തോന്നുന്നു ചില തൃശ്ശൂർക്കാര് ഭയങ്കര സാമട്ടിൽ അങ്ങനെ പറയുമല്ലോ അല്ലേ? സുഹൃത്തുക്കളൊക്കെയാണ് നമ്മൾ കേൾക്കാറ്. ഭയങ്കര സാമട്ടാണ് തെറിക്ക് അല്ലേ? നമ്മൾ ഏത് സർക്കിളിൽ പോയാലും തെറി പറയാത്ത ഒരാളുണ്ടാവില്ല. ഭയങ്കര ചുരുക്കാവും. സ്റ്റാൻഡേർഡ് ആയിട്ട് എന്നാലും അങ്ങോട്ട് നീങ്ങിട്ട് പറയും. അത് തൃശ്ശൂരുകാരുടെ ഒരു സംഭവം. എനിക്ക് എന്നോട് ഞാന് അറബിയുടെ ഒരു സംഭവം പറഞ്ഞില്ലേ? അപ്പൊ എന്നോട് വിളിച്ചു ചോദിച്ചപ്പോ നിങ്ങൾ മാങ്ങയുടെ അതിന്റെ അകത്തെ സാധനത്തിന് എന്താ പറയാ? എന്താ നമ്മള് പറയാ? മാങ്ങാണ്ടി. അയൽപത്തൊട്ട് തെറി. അയൽപത്തൊട്ട് തെറി. അപ്പൊ നിങ്ങൾ അതിന് മാങ്ങാണ്ടി എന്ന് പറയരുത്. അറബിയുടെ അണ്ടി എന്ന് പറഞ്ഞപ്പോ തെറ്റായി. മാങ്ങയുടെ അണ്ടി എന്ന് പറഞ്ഞപ്പോ തെറ്റില്ല. എന്താ അത് ശരിയാണോ? ഇത്രയേ ഉള്ളൂ തെറി. പക്ഷെ അതിനാണ് നമുക്ക് സിനിമ കിട്ടിയത്. ഗണപതി അറബിയുടെ വീഡിയോ കണ്ടിട്ടാണ് എന്നെ വിളിക്കണത്. ഇപ്പൊ തമിഴ്നാട്ടിൽ മുടിക്ക് എന്താ പറയാ? മസിരി എന്നാ പറയാ. നമ്മള് പറഞ്ഞ മലയാളികൾ പറഞ്ഞത് തെറിയ. ഈ തെറിക്ക് ഇത്രയ്ക്കുള്ള സ്റ്റാൻഡേർഡേ ഉള്ളൂ. ആലോചിച്ചാ വെറുതെ ഒരു പേരിടുന്നു, അത് തെറിയായിട്ട് ആഖ്യാനിക്കുന്നു, ഇത്രേ ഉള്ളൂ. തെറി ജനകീയമാക്കി. ഇപ്പൊ തെറിയമ്മാന്ന് പേരുണ്ടോ? അങ്ങനെ ചോദിക്കും. എന്നോട് ഇവരൊക്കെ പറഞ്ഞ എന്താ അവിടെ തന്നപ്പോ അമ്മാമ്മ ഒരു തെറി പറഞ്ഞെന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുക അവര്. എന്നിട്ട് എനിക്കില്ലാത്ത ചീത്ത പേരില്ല. അമ്മാമ്മ പാട്ട് പാടുമോ? നിങ്ങൾ റയോൺ പാട്ട് പാടുമോ? പാട്ട് പാടില്ല. അല്ല, വീഡിയോയില് പാട്ട് പാടുന്ന കാണാറുണ്ടല്ലോ. എന്നാ ഒരു കവിതയിലേക്ക് കേൾക്കാം. അയ്യോ അതൊന്നും അതൊക്കെ ഇപ്പൊ ശരിയാവില്ല. ഇല്ല, ശരിയാവും. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇപ്പൊ അത് പറഞ്ഞത് ശരിയാവില്ല. ഏതാന്ന് തന്നെ ഓർമ്മയില്ല. പറഞ്ഞു ഒരു പാട്ട് ഏതെങ്കിലും പാട്. കവിത പറഞ്ഞു കൊടുക്ക്. അമ്മമ്മ എപ്പോഴും പറയുന്നേ ചൊല്ലുന്നേ. ഇല്ല, അങ്ങനെ കവിത ഓർമ്മ. പാട്ട് പാടിക്കാം. പാട്ട് പാടാം. അത് ശരിക്കും വരിയൊന്നും കിട്ടില്ല. ഉള്ള വരി മതി. നിങ്ങൾ പാടിക്കോ. ഏതാന്ന് വെച്ചാ ഏതാ പാട്ട് പറയും. ഇഷ്ടമാണടോ എനിക്കിഷ്ടമാണടോ നിന്റെ തൊട്ട് നോട്ടം ഇഷ്ടമാണടോ കൊച്ചു കള്ളി എടാ പോടാ വേണ്ട മോനെ വേണ്ട മോനെ ഇഷ്ടമാണടോ
അത് മതി. അതെ. ഇനി ഈ റീലിന്റെ ഐഡിയാസ് ഒക്കെ അതായത് പൊതുവെ അമ്മമ്മയോട് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യിക്കാണോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ സ്വാഭാവികം കേട്ടോ. ആണല്ലേ? ഞങ്ങളെ ചെയ്യുന്ന എന്താന്ന് ഇതുവരെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് ഒന്നും ചെയ്യാറില്ല. ഞാൻ ഒരു ദിവസം വാതിൽ തുറന്നു വന്നപ്പോഴാണ് ആ ഡാൻസ് ഇവൻ പറയുന്നു ഓടി വന്നിട്ട് അപ്പൊ അതിന്റെ കൂടെ മാച്ച് ചെയ്യുന്നു. അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്നുവരെ ഒന്നും ചെയ്യില്ല. അമ്മമ്മ സ്പോണ്ടേനിയസ് ആക്ടറാണ്. ഞാൻ ഏതിനും റെഡിയാ. സിനിമ കണ്ടിട്ടേ വേറെ സിനിമക്കാരെങ്കിലും ഒക്കെ വിളിച്ചോ? ഇങ്ങനെ ഒന്നോ രണ്ടോ ആൾക്കാർ ഇങ്ങനെ വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നോക്കിട്ട് ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കിട്ട് കഥയൊക്കെ നോക്കിട്ട് അഭിനയിക്കാനായിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ആണെങ്കിൽ അമ്മാമ്മയുടെ ഇഷ്ടം നമ്മുടെ പ്രായം. പിന്നെ നമ്മള് പിന്നെ മറ്റൊരു വന്നപ്പോ അവരുടെ ക്രൂ തന്നെ നമുക്ക് എടുത്തറിയാം. ചിദംബരം ഗണപതിയൊക്കെ എന്ത് വിളിച്ചാലും പോകും ഞാൻ, ഏത് വേഷത്തിനും. കാരണം അവര് നമുക്ക് വേണ്ടപ്പെട്ടവർ വെച്ചാ നമ്മളോട് പെരുമാറാൻ. അതന്നെ നമുക്ക് ഒരായും നിർത്തിയിരുന്ന റൂമില്. മറ്റവള് എന്റെ കൂടെ വന്നിരുന്നു. പക്ഷെ അവള് എൻട്രൻസിന് പഠിക്കണ കാരണം കൊണ്ട് അവളെ അതിലേക്ക് അവരാക്കിയില്ല. അവൾക്ക് വേറെ സെപ്പറേറ്റ് കൊടുത്തു പഠിക്കാൻ. അത് വന്ന് അത്ര കരുതലോടുകൂടെ നമ്മളെ നോക്കിയവരാ. പിന്നെ ഷൂട്ട് ചെയ്യുന്ന എത്രയോ ദൂരായിരുന്നു വീട്. വൈകുന്നേരം കൊണ്ടുപോകും, വൈകുന്നേരം കൊണ്ടുവന്നാക്കും. അവരെ ഭക്ഷണവും നമുക്ക് ഇഷ്ടപ്പെട്ടത്, എല്ലാ സുഖ സൗകര്യങ്ങളും. തണുപ്പായിരുന്നു അവിടെ? തണുപ്പായിരുന്നു. അതിന് വേണ്ടി എല്ലാ അറേഞ്ച്മെന്റ് ചെയ്ത കയ്യിലെല്ലാം. തണുപ്പ് ഇഷ്ടമാണോ? തണുപ്പ് ഇഷ്ടമാണെന്ന് വെച്ചാൽ ആരോ തണുപ്പിനെ ഇഷ്ടപ്പെടുക, വിറയ്ക്കുന്ന തണുപ്പ് വന്ന് ആരും ഇഷ്ടപ്പെടുക, സൂഹിക്കണം എന്നല്ല എല്ലാവരുടെയും വിചാരം. അപ്പൊ അതിന് വേണ്ടുന്നതെല്ലാം ചെയ്തു തന്നെ. ഓക്കെ. എങ്ങനെയുണ്ട് സിനിമ കണ്ടിട്ട് എന്ത് തോന്നി? വളരെ സന്തോഷം തോന്നി. ഇവ സിനിമ കാണാൻ പോകുമ്പോ പറയും റേഷന്റെ അരി വേണോ മാതളങ്ങനെ നീര് വേണോന്ന് ഞാൻ ഈ സിനിമ കണ്ടിട്ട് പൊളിഞ്ഞാ ഞാൻ പറയും ഞാൻ റേഷൻ അരിക്കഞ്ഞി മേടിച്ചല്ലോ. നന്നായ നിങ്ങൾക്ക് മാതള നാരങ്ങ. ഫസ്റ്റ് സിനിമ കാണുമ്പോ എന്താ തോന്നി? ഫസ്റ്റ് സിനിമ കാണുമ്പോ എന്താ പറയാ ഭയങ്കര സന്തോഷം സങ്കടമൊക്കെ വന്നിട്ടുള്ള ഒരു സംഭവം തോന്നി. എന്താ വെച്ചാൽ നമ്മൾ ആരും വിചാരിച്ചില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ചെറിയൊരു റോളല്ലല്ലോ, അത്യാവശ്യം നമ്മുടെ ഫുള്ള് കഥ പറഞ്ഞു പോയത്. അമ്മാമ്മയുടെ കഥ മൊത്തം പറഞ്ഞിട്ടുണ്ട്. അമ്മാമ്മ എന്താ അമ്മാമ്മ ആദ്യം തൊട്ട് അവസാനം വരെ എന്താവുമായിരിക്കും എല്ലാം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഇത് കണ്ടപ്പോ ഒരു സന്തോഷം സങ്കടം കൊറേയൊക്കെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. വളരെ സന്തോഷമായി. നമ്മളെ കൊറേ പേര് പുച്ഛിച്ചിട്ടുണ്ട്. തെറി തെറി പറഞ്ഞു നടക്കുക. അവരെന്നെ നമ്മളോട് തിരിച്ച് എന്താ സിനിമ അഭിനയിച്ചു ഇത് പുറത്തു വരില്ലായിരിക്കും. അങ്ങനെ ഒരു നമ്മളെ ഒരു എന്താ പറയാ രസമില്ലാത്ത മട്ടിലൊക്കെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. അതെ, ആദ്യം പോസ്റ്റർ ഇതൊക്കെ കണ്ടപ്പോഴേ എല്ലാ വാർഡ് പടാവും അങ്ങനെ അങ്ങനെ കാണുമ്പോ അങ്ങനെ തോന്നുന്നു. അധികം പുറത്തേക്കൊന്നും പബ്ലിസിറ്റി ഇല്ല, പുതിയ ആൾക്കാരില്ല. ഏതൊരു പഴയ 2-3 ആൾക്കാരെ വെച്ച് ചെയ്യണം. അപ്പൊ എന്താവും കുറെ ആൾക്കാർ കുറച്ച് തിയേറ്ററിൽ ഇറങ്ങില്ലടാന്നൊക്കെ പറഞ്ഞിരുന്നു എന്റെ അടുത്ത്. എന്തെങ്കിലും ആവട്ടെ, അമ്മാമിക്ക് ഒരു അഭിനയിക്കാൻ ചാൻസ് കിട്ടില്ല, അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ള സ്കീമിൽ നമ്മള്. പക്ഷെ ഇത്ര ഗംഭീര പെർഫോമൻസ് വിചാരിച്ചില്ലല്ലോ. ഞാൻ ആകെ സീൻ കണ്ടത് മരിക്കണം, അതെനിക്ക് വിഷമമായി. മരിക്കണ സീൻ ഞാൻ ഉണ്ടായിരുന്നു അവിടെ മറ്റേ ഷൂട്ട് ചെയ്യുമ്പോ. അത് നമുക്ക് നല്ല വിഷമമായി. ഞാൻ വിചാരിച്ചു തള്ളപ്പിടി ശരിക്കും മരിക്കും. ഇത് ഇവിടെ ഇപ്പോഴും എന്നെ കരുതിക്കൊണ്ട് മരണപ്പാട്ടൊക്കെ പാടും. ഇടയ്ക്ക് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ട്രിപ്പ് വരും. ഞാൻ കിടക്ക് എന്റെ ഈ മേശ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുമോ, അവരെ കാണുമ്പോ എന്റെ അഭാവേ എന്റെ അമ്മ അങ്ങനെയൊക്കെ ചെയ്യാൻ ആണല്ലേ. അമ്മമ്മക്ക് ദേഷ്യം വരില്ല അങ്ങനെ ചെയ്യുമ്പോ? ഹാപ്പി അല്ലേ? ആണോ? അങ്ങനെയൊന്നും ഉള്ളവരല്ല. രസം മോളെ എന്തിനും രസമായിട്ട് കൂടണം. ശരി, അതല്ലേ രസം. അവനെ കൊല്ലാൻ വേണ്ടി മരിച്ചേ, അത് എന്നാൾ വരണമല്ലോ, ഒന്നാൾ മരിക്കണം. ഏറ്റവും അധികം ദുഃഖം വരിക ഇവനായിരിക്കുന്നതാണ് എന്റെ വിചാരം. ഇവൻ ഹാപ്പി ആയിട്ട് ചിരിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല കേട്ടോ, മനസ്സിലടക്കല്ലേ. ഇപ്പൊ മരണത്തെ കുറിച്ചൊന്നും പറയണ്ട. ഇങ്ങനെ സുന്ദരിയായിട്ട് കൊറേ അവളതും പ്രതീക്ഷിച്ചു. നമ്മൾ ജീവിതത്തിൽ എല്ലാം പ്രതീക്ഷിച്ചു. അതെ, പക്ഷെ അതെന്തെങ്കിലും മരണം വേണം, നന്നായി ജീവിക്കണം എന്ന് നമ്മൾ ഒരേപോലെ ജീവിക്കുന്നു വിചാരിക്കരുത്. പല സ്റ്റേജിൽ ഞങ്ങൾ കളിച്ചിട്ടുള്ളവരാ, സുഖവും ദുഃഖവും ഒക്കെ. പക്ഷെ അതിലൊക്കെ ഹാപ്പി ആയിരുന്നു. എന്തു വന്നാലും നേരിടും ഇപ്പോഴും. ഞങ്ങൾ ഈ സ്ഥലത്തിലൊക്കെ ഞങ്ങൾക്ക് കുറച്ച് കടവും കാര്യമൊക്കെ ഉണ്ട്. അപ്പൊ മോൾക്ക് ഭയങ്കര എന്തിനടി നമ്മൾ വീട്ടിൽ വിടാത്ത കട എന്താള്ളേ, ധൈര്യമായിട്ടിരിക്കും. ഏറി മറിഞ്ഞു വന്ന ഇത് വിൽക്കണം എന്നല്ലുള്ളൂ, അല്ലാണ്ട് തലയെടുക്കൊന്നുമില്ലല്ലോ ആരും. അങ്ങനെയുള്ള റോളാണ് നമുക്ക്. കറേജും ധൈര്യം തരണം. ആളെന്തുണ്ടെങ്കിലും പറയും, എന്തിനാ പേടിക്കണേ? പേടിയില്ല. അപ്പൊ ഞാൻ എന്റെ മോള് മരിച്ചു, വളരെ ദുഃഖമാണ്. ഞാൻ ദൈവത്തോട് പറഞ്ഞു നല്ലത്. കാരണം അവള് കിടക്കുകയാണ്, ഒരു കഷ്ടപ്പാടാണ്, നമ്മളിത് കണ്ടു കിടക്കണം.
ഭർത്താവ് മരിച്ചു. ഇപ്പം എൻ്റെ മോ ഇപ്പോൾ അടുത്ത് കിണറ്റിലാണ് മരിച്ചു. ഇവൻ്റെ അപ്പൻ. എല്ലാം ദൈവത്തിന് ഇട്ടുകൊടുത്തു. ദൈവം തരുന്നതെല്ലാം നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നും പറഞ്ഞ് വല്ലവരും കൂടെ മരിച്ചോ? ആരും മരിച്ചില്ല. അവരൊക്കെ നമ്മൾ നേരിട്ട് ജീവിക്കണം. അതൊക്കെയാണ് അതിൻ്റെ ജീവിതം. അപ്പൊ അമ്മാമ്മയ്ക്ക് ഇനി സന്തോഷമായിട്ട് ഉള്ള അത്രയും കാലം സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നല്ല സിനിമയ്ക്ക് വരാണെങ്കിൽ വരട്ടെ, നമുക്ക് കാണാം അല്ലേ? യെസ്.